ഒരു പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും അവരെ നിർബന്ധിതമായി ഗർഭഛിദ്രത്തിന് വിധേയമാക്കിയെന്നുമുള്ള ആരോപണം കോൺഗ്രസ് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിട്ട് ഇപ്പോൾ മാസങ്ങൾ കുറച്ചായി. പക്ഷേ ആദ്യമൊന്നും ഇരയായ പെൺകുട്ടി പോലീസിൽ പരാതിപ്പെടാൻ തയ്യാറായിരുന്നില്ല. ഇക്കാരണത്താൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ വകുപ്പുകൾ ഉപയോഗിച്ച് കേസെടുക്കാൻ പോലീസും തയ്യാറായില്ല. അതങ്ങനെ നിൽക്കുകയായിരുന്നു. രാഹുൽ ഏതാണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ സമൂഹത്തിൽ പലർക്കും ഉണ്ടായി. ഒരുപക്ഷെ രാഹുലിനും ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം സ്ഥിതിഗതികളൊക്കെ മാറി മറിഞ്ഞു. രാഹുലിനെതിരെ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് FIR രേഖപ്പെടുത്തി. രാഹുലിനെതിരെ കേസ് വന്നു. രാഹുൽ ഒളിവിലാണ്. ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെടാം. മുൻകൂർ ജാമ്യത്തിന് വേണ്ടി രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതികളെയൊക്കെ സമീപിക്കുകയാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അത് കിട്ടുമോ എന്നുള്ളത് പുറത്തു വരുന്ന വാർത്തകൾ, തെളിവുകളെന്ന് പറയപ്പെടുന്നവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും എന്നൊരു തോന്നലാണ് പ്രഥമ ദൃഷ്ട്യാ ഉണ്ടാകുന്നത്. നമുക്കറിഞ്ഞുകൂടാ എന്തായി അവസാന സ്ഥിതിയെന്ന്. പക്ഷേ എന്നിരുന്നാലും ഇവിടെ ഒരു വളരെ പ്രസക്തമായൊരു ചോദ്യമുണ്ട്. ഈ രാഹുലിന് പറ്റിയ ഒരു തന്ത്രപരമായ പിഴവാണോ ഇത്? കാരണം കോൺഗ്രസിൽ നിന്നും അത്തരം അഭിപ്രായങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ്, പല മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ചോദിക്കുന്നൊരു ചോദ്യം, യഥാർത്ഥത്തിൽ രാഹുലിൻ്റെ പ്രകോപനപരമായ ഒരു സമീപനമല്ലേ ഈ കേസ് ഇത്രയും വഷളാക്കിയത്? കാരണം പെൺകുട്ടി ഇത്ര നാളും രാഹുലിനെതിരെ പരാതി നൽകാതിരിക്കുകയായിരുന്നല്ലോ. ആ പെൺകുട്ടിയെ നിരന്തരം വെല്ലുവിളിക്കുകയും ഇരയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തതല്ലേ ഇതിനൊക്കെ കാരണമായത് എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. കൃത്യമായിട്ടും യഥാർത്ഥത്തിൽ ഇവിടെ രാഹുലിന് തന്ത്രപരമായൊരു വീഴ്ച സംഭവിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അക്കാര്യം നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം. ഉൾക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ ഹരികുമാർ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്ത്രപരമായ പിഴവാണ് രാഹുലിനെ ഈ പതനത്തിൽ എത്തിച്ചതെന്നാണ് നിലവിലുള്ള സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ സാധാരണ കോൺഗ്രസ്സുകാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആരോപണം ഉന്നയിച്ചവരുടെ നേരെയും മാധ്യമങ്ങളുടെ നേരെയും സമൂഹത്തിലെ നേരെയും തന്നെ ആക്രമണോത്സുകമായ ഒരു നിലപാടാണ് എടുത്തത്. ഈ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഒഫൻസ് ഈസ് ദ ബെസ്റ്റ് ഫോം ഓഫ് ഡിഫെൻസ് എന്ന്. ഒരുപക്ഷെ രാഹുൽ ആ തന്ത്രമായിരിക്കാം പ്രയോഗിച്ചത്. പക്ഷേ ദൗർഭാഗ്യവശാൽ അത് എപ്പോഴും ചിലവാകണമെന്നില്ല. ഇപ്പം ചില കാര്യങ്ങളിൽ നമ്മൾ അതിശക്തമായിട്ട് ആഞ്ഞടിച്ചാൽ നമ്മുടെ എതിരാളി പേടിച്ച് ഓടിപ്പോകും. പക്ഷെ മറ്റു ചില കേസിൽ അങ്ങനെയല്ല. എതിരാളി രണ്ടും കൽപ്പിച്ച് അത്രമാത്രം അപമാനത്തിന് സഹിച്ച് വരുന്നൊരു എതിരാളി സ്വാഭാവികമായിട്ടും അങ്ങനെ പിന്തിരിയാനൊന്നും തയ്യാറാവില്ല. ശത്രു ആക്രമിക്കുന്നത് കണ്ടാൽ വർദ്ധിത വീര്യത്തോടെ എതിരാളി ആക്രമിക്കും. ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം പീഡിതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അത്ര ഗുരുതരമായ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുന്ന പീഡിതയ്ക്ക് സ്വാഭാവികമായിട്ട് രാഹുലിനെ അങ്ങനെ വെറുതെ വിടാൻ തോന്നില്ല. മാത്രമല്ല, രാഹുലിനെ അങ്ങനെ വെറുതെ വിട്ടാൽ രാഹുലിൻ്റെ ആക്രമണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇത് അവർക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കാം. അക്കാരണത്താൽ വ്യക്തമായും പോലീസിൽ പരാതി കൊടുക്കാൻ അവർ തയ്യാറായി. ഇത് സംഭവത്തെ ആകെ മാറ്റിമറിച്ചു. ഇവിടെ നമ്മൾ ഈ പഴയകാല കോൺഗ്രസ് നേതാക്കന്മാരെ നോക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ ഒരിക്കലും പണ്ടൊന്നും ആക്രമണോത്സുകമായ ഒരു സമീപനത്തിൻ്റെ ആൾക്കാരല്ലായിരുന്നു. അവരെ ചീത്ത വിളിച്ചാലും അവർ സമാധാനമായിട്ട് എതിരാളിയെ വലിയ കോൺഗ്രസ് നേതാക്കന്മാർ വലിയ വില്ലന്മാരായിരുന്നു. അവർ അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന് പറയുന്ന രീതിയിലുള്ള ആൾക്കാരായിരുന്നു. അവർ ഉള്ളിലൊന്നും പുറത്തൊന്നുമായിരിക്കും. പക്ഷെ പുറത്ത് മറ്റുള്ളവർ മോശമായിട്ട് പെരുമാറുകയോ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അപമാനിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ഒരു തന്ത്രമല്ലായിരുന്നു കോൺഗ്രസിൻ്റേത്. അതൊക്കെ CPM-ൻ്റേതായിരുന്നു. പക്ഷേ രാഹുലിൻ്റെ നേതൃത്വത്തിലുള്ള യുവ ടീമിൻ്റെ പെരുമാറ്റം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അവർ എതിരാളിയെ ആക്രമിക്കുക, അവർ തെറ്റ് ചെയ്താൽ പോലും ആ തെറ്റ് ചെയ്തില്ല എന്നുള്ള ഒരു ധാർഷ്ട്യത്തിൽ നിൽക്കുക. അപ്പം മാധ്യമപ്രവർത്തകരോടുമൊക്കെ തന്നെ ഞാനിന്ന് രാവിലെ നോക്കുമ്പോൾ പാലക്കാട് MP VK ശ്രീകണ്ഠൻ്റെ പത്രസമ്മേളനമാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, ശബരിമല സ്വർണ്ണ കൊള്ള നടന്നില്ലേ, കേരള പോലീസിൽ ഇത്രയും അതിക്രമം നടത്തില്ലേ, പിന്നെന്തിനാ നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യാതെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നു? ഇവിടെ പ്രശ്നം കേരളത്തിലെ പ്രതിപക്ഷം പരാജയപ്പെട്ടതാണ്. ശബരിമല സ്വർണ്ണ കൊള്ള കേസിൽ വേണ്ട രീതിയിൽ പ്രതിഷേധിക്കാൻ കേരളത്തിൽ കോൺഗ്രസ്സിന് കഴിഞ്ഞു.
ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാരെ ആത്മപരിശോധന നടത്തേണ്ട വിഷയമാണ്. അവർക്കതിന് കഴിഞ്ഞില്ല. അതിന് കഴിയാതെ ഇരുന്നിട്ട് അങ്ങാടിയിൽ തോറ്റതിന് എന്തിനാ അമ്മയോട് ബഹളം വെക്കുന്നു? ഇത് മാധ്യമപ്രവർത്തകരാണ് ഉത്തരവാദി. പ്രതിപക്ഷത്തിൻ്റെ ജോലി ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു. കേരള പോലീസിനെ കുറിച്ച് ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വലിയ ആരോപണങ്ങൾ വന്നിരുന്നു. ഈ PV അൻവർ MLA പോലീസിനെതിരെ ഉന്നയിച്ച ആരോപണം തൊട്ട് നിരവധി ആരോപണങ്ങളാണ് വന്നത്. ഇപ്പോൾ കൊച്ചിയിൽ ഒരു മസാജ് പാർലറിൽ പോയ ഒരു പോലീസുകാരനെ കയ്യിൽ നിന്നും പൈസ തട്ടിപ്പറിച്ചത് SI ആണ്, പാലാരിവട്ടത്തെ SI ആണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയമുണ്ടായിട്ടും കേരളത്തിലെ പ്രതിപക്ഷം അത് ഏറ്റെടുക്കാതിരുന്ന ആരുടെ കുഴപ്പമാണ്? ഇതൊക്കെ കോൺഗ്രസ്സിന് വേണ്ടി ഏറ്റെടുക്കാൻ മാധ്യമപ്രവർത്തകർക്ക് എന്തെങ്കിലും ബാധ്യതയുണ്ടോ? അവർ റിപ്പോർട്ട് ചെയ്തിരുന്നു. കേരളത്തിലെ ഞാനും ഒരു പഴയ പത്രപ്രവർത്തകനാണ്. പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തകർ വേണ്ടത്ര കാര്യങ്ങൾ പഠിച്ചിട്ടോ വിശകലനം ചെയ്തിട്ടോ ആണ് വരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും അണ്ണാൻ കുഞ്ഞിനും തന്നാലായതെന്ന പോലെ പറ്റുന്ന രീതിയിലൊക്കെ കേരളത്തിലെ മീഡിയക്കാർ ഈ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ശക്തമായി സമൂഹത്തിന് മുന്നിൽ എത്തിക്കേണ്ടതും മീഡിയയ്ക്ക് ഇത് കൈകാര്യം ചെയ്യാനുള്ള ധൈര്യം കൊടുക്കേണ്ടതും പ്രതിപക്ഷമാണ്. ആ പ്രതിപക്ഷം അവിടെ പരാജയപ്പെട്ടു. പ്രതിപക്ഷത്തിന് കൃത്യമായ ഒരു വിഷയം ഏറ്റെടുത്ത് ഒരു ജനകീയ സമരം സംഘടിപ്പിക്കാൻ പോലും കഴിഞ്ഞിട്ടുണ്ടോ? ഈ പോലീസ് അതിക്രമ വിഷയത്തിൽ എവിടെ നിന്നെല്ലാം പരാതി വന്നു. അപ്പോഴൊക്കെ എവിടെയായിരുന്നു കോൺഗ്രസ്? എന്നിട്ട് പത്രക്കാരെ ചീത്ത വിളിച്ചുകൊണ്ടായോ? സമൂഹത്തെ ചീത്ത വിളിച്ചുകൊണ്ടായോ? നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്യണം. ബാക്കി നിങ്ങളുടെ ജോലി ചെയ്യാനായിട്ട് നിങ്ങളുടെ ശമ്പളം പറ്റുന്നവരല്ലല്ലോ ബാക്കിയുള്ള ആൾക്കാർ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ധാർഷ്ട്യം. ആ ധാർഷ്ട്യം മാത്രമാണ് ഇന്ന് ബാക്കി. സംഘടനാ ശേഷിയില്ല, എങ്ങും ജയിക്കുന്നില്ല. ബീഹാറിൽ പോലും തോറ്റു. എന്നാലും ആന മെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടാൻ പാടില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് കോൺഗ്രസ് മാറിയേ പറ്റും. തുടർച്ചയായി 2 തവണ പിണറായി വിജയൻ കേരളത്തിൽ മുഖ്യമന്ത്രിയായി. 3ാമത് മുഖ്യമന്ത്രി ആകില്ല എന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റുന്നില്ല. യഥാർത്ഥത്തിൽ ഈ പൊതു അഭിപ്രായത്തെ രൂപപ്പെടുത്തുന്നതിലും നിയന്ത്രിക്കുന്നതിലും പിണറായി വിജയിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് അതീവ ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് നിന്നില്ലെങ്കിൽ കോൺഗ്രസിൽ യഥാർത്ഥത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ വിരുദ്ധമായ അഭിപ്രായങ്ങളാണ് കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതൊരു നല്ല സൂചനയല്ല. അണികളെ സംബന്ധിച്ച് അവർ ആശയക്കുഴപ്പത്തിലാണ്. എന്തായാലും ധാർഷ്ട്യം കൊണ്ട് ഒന്നും നേടാനില്ല. വിനയത്തിലൂടെ, ബുദ്ധിയിലൂടെ, തന്ത്രപരമായ പ്രതികരണങ്ങളിലൂടെ മാത്രമേ കോൺഗ്രസ്സിന് നിലനിൽക്കാൻ പറ്റൂ. ഇതാണ് എനിക്ക് തോന്നുന്നത്.